ഞാൻ പറയുന്നതെല്ലാം കള്ളാണെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതിന് ഭൂരിപക്ഷം കള്ളാണെങ്കിൽ നമ്മളൊരു വെയിറ്റ് നോക്കണമല്ലോ. 100, 50 ഒരു 60% ഞാൻ പറയുന്ന കള്ളാണെങ്കിൽ ഞാൻ തയ്യാറാണ്. പക്ഷെ അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ, അതായത് 60% സത്യമാണെങ്കിൽ, 40% കള്ളമാണെങ്കിൽ മിസ്റ്റർ സാജൻ സ്കറിയ, സോറി, താങ്കൾ മുമ്പ് പറഞ്ഞിരുന്ന വീഡിയോയിൽ സാജൻ എന്നല്ല എൻ്റെ പേര്, ഷാജൻ എന്നാണ്. സോറി, ഞാൻ തെറ്റ് കണ്ടാൽ തിരുത്തുന്ന ആളാണ്. കറക്റ്റായിട്ട് ഞാൻ എല്ലാവരെയും ബഹുമാനത്തിലൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. മിസ്റ്റർ ഷാജൻ സ്കറിയ, താങ്കൾ പറയുന്നു ഞാൻ 60% താങ്കൾ സത്യവും 40% നുണയും വ്യാജ വാർത്തകളുമാണ് ചെയ്യാറുള്ളതെന്ന് സ്വയം സമ്മതിക്കുകയുണ്ടായി. അതിനുശേഷം മിനിറ്റുകൾക്ക് ശേഷം അതേ വീഡിയോയിൽ തന്നെ പറയുന്നു, ഞാൻ ഇന്ന് ജയിലിലാവാതെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സത്യത്തിന് വിജയമാണ്. ആ സത്യം വിജയിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതെന്റെ കർമ്മമാണ്. ആ കർമ്മം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്നു, 100% സത്യസന്ധനാണ് എന്നൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. പരസ്പരം യാതൊരു ബന്ധമില്ല. സത്യത്തിൽ എനിക്ക് പ്രാന്തായോ എന്ന് അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ നാട്ടുകാർക്ക് വല്ലതും മനസ്സിലായോ എന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹം പറയുന്നത് 60% സത്യമാണെങ്കിൽ, സത്യസന്ധമായ വാർത്തയാണെങ്കിൽ, ഒരു 40% കള്ളമാണെങ്കിൽ, അതായത് വ്യാജ വാർത്തയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചു പൂട്ടേണ്ടതില്ല എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഒരു കാര്യത്തിൽ മിസ്റ്റർ ഷാജൻ, ഞാൻ താങ്കളെ അപ്രിഷിയേറ്റ് ചെയ്യും. താങ്കൾക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങി. താങ്കൾ തന്നെ സ്വയം തുറന്ന് സമ്മതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 40% വ്യാജ വാർത്തയാണെങ്കിൽ, കള്ളമാണ് എന്നെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം മനുഷ്യരാണ്. ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, തെറ്റ് പറ്റിയാൽ ഇംഗ്ലീഷുകാരൊക്കെ പറയുന്ന പോലെ ഐ എം സോറി. അവിടെ ഈഗോ കോംപ്ലക്സും മണ്ണാങ്കട്ടയൊന്നുമില്ല, പിടിച്ചായ്മ തൂങ്ങില്ല. അത് കൊള്ളാം. പിന്നെ പക്ഷെ ഇതിന്റെ ഒരു തമാശ, എനിക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് പറയില്ലേ, 25% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഡിസ്കൗണ്ട് ആണ് പറയുന്നത്. സാജൻ പ്രചരിപ്പിക്കുന്ന വാർത്തകളിൽ സ്വമേധയാ പറയുന്നു 60% ഇതും 40% വ്യാജമാണ് എന്ന്. ഒരു ജാമ്യം എടുക്കലാണ് ഇവിടെ നടന്നത്. അതൊന്നും സാരില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ 100% സത്യമായിരിക്കണം. ആ മറുനാടൻ മലയാളി എന്നുള്ളതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെക്കണം, 60% സത്യസന്ധമായ വാർത്ത, 40% വ്യാജ വാർത്ത. അവിടെ ഒരു ഡിസ്കൗണ്ട് സ്കീം നല്ലതാണ്. ഞാൻ പറയുന്നതെല്ലാം കള്ളാണെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതിന് ഭൂരിപക്ഷം കള്ളാണെങ്കിൽ നമ്മളൊരു വെയിറ്റ് നോക്കണമല്ലോ. പക്ഷെ ഇതില് താങ്കൾ തന്നെ പറയുന്നത് ചില സ്ഥലത്ത് വ്യാജ വാർത്തയും സത്യസന്ധമായ വാർത്തയും തമ്മിൽ ഒരു വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കാന്ന് പറഞ്ഞാൽ ഏതാണ്? വെയിറ്റ് നോക്കാന്ന് പറഞ്ഞാൽ തൂക്കി നോക്കാന്നുള്ളതാ. ഞാൻ പല ജാതി തൂക്കലും കണ്ടിട്ടുണ്ട്. മിസ്റ്റർ സാജൻ, ഇതൊരു വല്ലാത്ത തൂക്കലായി പോയി. എന്താണ് ഈ തൂക്കി നോക്ക്? നിങ്ങൾ സത്യസന്ധമായ വാർത്തകൾ മാത്രം കൊടുക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മിസ്റ്റർ സാജൻ, നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ, ഒരു ഫാമിലിനെ കാണാന്ന് വിചാരിക്കും, ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും. അപ്പൊ ആ ഭാര്യ സഹോദരിയുടെ അടുത്ത് പോയിട്ട് പറയാ, അതെ ഈ കുട്ടി നിങ്ങളുടെ തന്നെയാണോ? ഒരു 60% നിങ്ങളുടെ ഒരു ലുക്ക് ഉണ്ട്, ഒരു 40% അടുത്ത വീട്ടിൽ ആ ചേട്ടന്റെ ആണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? സഹിക്കോ ഇതൊക്കെ? ആരെങ്കിലും സഹിക്കോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ? അല്ലെങ്കിൽ തന്നെ എന്താണ് താങ്കളുടെ അധികാരം? താങ്കൾക്ക് ആരാണ് ലൈസൻസ് തന്നിട്ടുള്ളത്? എന്നെ കുറിച്ച് 60% സത്യവും 40% വ്യാജ വാർത്തയും സൃഷ്ടിക്കാൻ താങ്കൾക്ക് ആരെങ്കിലും ലൈസൻസ് തന്നിട്ടുണ്ടോ?
ഇപ്പൊ ഞാൻ നിങ്ങളെക്കുറിച്ച് തോന്നിവാസം അങ്ങോട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അതൊക്കെ ശരിയാണോ മിസ്റ്റർ സാജൻ? ഇതുവരെ പറഞ്ഞിരുന്നത് ഞാൻ നിങ്ങളുടെ ഓഫീസിലെത്താം, തെളിവുകൾ ഹാജരാക്കാം, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കൂ എന്നാ പറഞ്ഞിരുന്നത്. ഞാനാണ് താങ്കളെ വെല്ലുവിളിച്ചത്. ബോച്ചയെ വെല്ലുവിളിക്കുമ്പോ ഒരു ഡൂക്കിലി വെല്ലുവിളി ഒന്നും പോവാറില്ല, ഒരു രാജകീയ വെല്ലുവിളിയായിരിക്കും, റോയൽ ചാലഞ്ച്. ഈ റോയൽ ചാലഞ്ച് എന്ന് പറഞ്ഞ ബീറുണ്ട്, അത് കുടിക്കാനല്ല ഞാൻ വിളിച്ചത്. റോയൽ ചാലഞ്ച്, രാജകീയ വെല്ലുവിളിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ താങ്കൾ വലിയൊരു സൈക്കോളജിസ്റ്റ് ആണ്, വലിയൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഇവിടെ. ഞാൻ വെല്ലുവിളിച്ച് താങ്കൾ പറഞ്ഞത് വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കാൻ രേഖാസഹിതം അങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ താങ്കൾ അടുത്ത വീഡിയോയിൽ പറയാണ് സിമ്പിളായിട്ട് ജാമ്യം എടുത്തിട്ട്, അതെ വന്നോളൂ, പക്ഷെ താങ്കൾ എന്നോട് ചോദിക്കും, ബോച്ച ഉത്തരം പറയും. എന്നാൽ താങ്കളല്ല എന്നെ ക്ഷണിച്ചത് ചോദ്യം ചോദിക്കാൻ, ഞാൻ തെളിയിക്കാനാണ് വരുന്നത് വ്യാജ വാർത്തകൾ. ഇതൊക്കെ വളരെ നിയമപരമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു ഇത്രയും വർഷമായി. അപ്പൊ ഇവിടെ ആർക്കെങ്കിലും മുതലോ പലിശയോ ലാഭമോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ സ്റ്റുഡിയോയിലോട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഓപ്പൺ ആയിട്ടല്ലേ പറയുന്നത്, അങ്ങനെ പറ. എല്ലാ രേഖകളുമായിട്ടാണ് താങ്കളുടെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ തെളിയിക്കും വന്നിട്ട്. അതാണ്, അല്ലാണ്ട് താങ്കൾക്ക് ചോദിക്കാനും വീണ്ടും എന്നെ വിറ്റ് കോടികൾ ഉണ്ടാക്കാനും താങ്കളുടെ സ്റ്റുഡിയോയിൽ വന്ന് സ്കോർ ചെയ്യാനല്ല ഞാൻ വരുന്നത്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് 35 വ്യാജ വാർത്തകളാണ് താങ്കൾ എനിക്കെതിരെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മണിക്കൂറെങ്കിലും വേണം അത് തെളിയിക്കാൻ. അപ്പോ പ്രേക്ഷകര് 10 മണിക്കൂറൊക്കെ കാത്തിരിക്കുമോ? ഒക്കെ ബോറടിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊരു 2 എപ്പിസോഡാക്കി മാറ്റാം. ആദ്യത്തെ എപ്പിസോഡ് നമുക്കൊരു 2-3 മണിക്കൂറിൽ തീർക്കാം. അങ്ങനെ 2 എപ്പിസോഡാക്കി തീർക്കാം. അങ്ങനെ ഞാൻ അത് തെളിയിച്ചതിന് ശേഷം, തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പൂട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ തെളിയിക്കുകയാണെങ്കിൽ താങ്കൾ പൂട്ടിയിരിക്കണം വ്യാജ പ്രസ്ഥാനം. ഞാൻ വരുന്നത് കിസ് കോമ്പറ്റീഷനോ കിസ് മത്സരത്തിനോ അല്ലെങ്കിൽ താങ്കൾക്ക് കുറെ വ്യൂവേഴ്സിന് ഉണ്ടാക്കി തരാനൊന്നല്ല വരുന്നത്. അത് എന്നെ കുറിച്ചും മിസ്റ്റർ യൂസഫ് അലി അതുപോലെ ഒരുപാട് വ്യക്തികളെ കുറിച്ചൊക്കെ താങ്കൾ ഒരുപാട് വ്യാജ വാർത്തകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ കോടിക്കണക്കിന് രൂപ നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞു. അപ്പോ വീണ്ടും എന്നെ അവിടെ കൊടുന്നിട്ട് ഈ കലാപരിപാടികൾക്കല്ല ഞാൻ വരുന്നത്. ഞാൻ വരുന്നത് സീരിയസ് ആയിട്ടാണ്. അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് അടച്ചു പൂട്ടിയാലും താങ്കൾ വഴിയാധാരാവനൊന്നും പോകുന്നില്ല. നമ്മുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിയുടെ ഒരു ഷോറൂം ഞാൻ ഇട്ടുതരാം. ശിഷ്ടകാലം ബിസിനസ് ചെയ്ത് സത്യസന്ധമായി ജീവിക്കാം. പിന്നെ താങ്കൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ താങ്കൾ അവിടെ ഒരു മോഡറേറ്ററെ അപ്പോയിന്റ് ചെയ്യും എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ് അല്ലെ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇതിൽ വാദി ആരാ പ്രതി ആരാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതിൽ അർത്ഥമില്ല. മൂന്നാമതൊരാൾ വേണം. നല്ല കാര്യമാണ്. അതുപോലെ ഞാനും വിചാരിച്ചു ഒരു 3-4 പേരെ എൻ്റെ ഭാഗത്തുനിന്നും നിഷ്പക്ഷമായിട്ടുള്ള തലമുതിർന്ന പേരെടുത്ത മീഡിയേറ്റേഴ്സിനെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 ആളോട് സംസാരിച്ചു, അവർ തയ്യാറാണ്. പക്ഷേ അവരൊരു കണ്ടീഷൻ പറഞ്ഞു, ഞങ്ങൾ മിസ്റ്റർ ഷാജോന്റെ സ്റ്റുഡിയോയിലോട്ട് വരില്ല. ഇനി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്കും ആൾക്ക് വരാം, പക്ഷെ തീർച്ചയായിട്ടും അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. നമുക്ക് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഇടയിൽ എറണാകുളത്ത് നമുക്ക് ഒരു ഹാൾ എടുത്തുകൊണ്ട് അവിടെയാകാം.
എന്ന അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ, ജോൺ ബ്രിട്ടാസ്, ഇവരോടും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ സമ്മതമാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും നമുക്ക് ക്ഷണിക്കാം. കൂടാതെ മറ്റു ചിലർക്കും ഈ പരിപാടിയിൽ വരാനും പങ്കെടുക്കാനും പലതും ചോദിക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നു. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ നല്ലൊരു ഹാളിൽ വെച്ച് നമുക്ക് കളർഫുൾ ആയിട്ട് ഒരു അടിപൊളി പരിപാടിയായിട്ട് ഇത് നടത്താം. അപ്പം ഞാൻ ഇന്ന് ജയിലിലാവാതെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ വിജയമാണ്, എന്റെ മിടുക്കല്ല. താങ്കൾ പറയുന്നു താൻ സത്യസന്ധനാണ്, താങ്കളുടെ കർമ്മത്തിന്റെ ഫലമായാണ്, സത്യമുള്ളത് കൊണ്ടാണ് ഇതുവരെ ജയിലിൽ പോകാത്തത്. പക്ഷേ മിസ്റ്റർ യൂസഫ് അലി അതുപോലെ മറ്റു ചിലരൊക്കെ താങ്കൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ദ ഹിന്ദു ഒരു നാഷണൽ ലീഡിംഗ് പത്രമാണ്. അതിൽ വന്നതാണ് യൂട്യൂബ് ചാനൽ എഡിറ്റർ ഷാജൻ സ്കറിയ അറസ്റ്റഡ് ഇൻ ഫോർജറി കേസ്. ഫോർജറി കേസ് എന്ന് പറയുമ്പോൾ വ്യാജരേഖ ചമയ്ക്കൽ എന്നല്ലേ? അപ്പൊ വ്യാജവാർത്ത, വ്യാജരേഖയും ചമയ്ക്കുന്നുണ്ടോ? ഭീകരപ്രവർത്തനത്തിന് കേസ് കേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത്? എല്ലാ പരിപാടിയും ഉണ്ടല്ലേ? അപ്പോ ഇത് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പല കടലാസുകളും പല വാർത്തകളും പലതുമായിട്ട് പലതും കാണുന്നു. അപ്പൊ ഇതൊക്കെ എനിക്കറിയില്ല, ഇതൊക്കെ ശരിയാണോ മിസ്റ്റർ ഷാജൻ സ്കറിയ? എനിക്ക് താങ്കളോട് തന്നെ ചോദിക്കാനാണ്. സാധാരണ യൂട്യൂബ് ചാനലിന്റെ വരുമാനത്തെ കുറിച്ച് ആളുകൾ അഭിപ്രായം പറയുന്നത് സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് അനലിറ്റിക്കൽ ടൂൾ ഉണ്ട്. അതിലെടുത്ത് കാണിക്കുമ്പോൾ കാണുന്ന ഒരു തുകയാണ് ഇത് പറയുന്നത്. മറുനാടന്റെ ചാനലുകൾ ഞാൻ അത് അടിച്ചു നോക്കി, അതിന്റെ അകത്തും കാണിക്കുന്ന വലിയ തുകയാണ്. ഇപ്പൊ മറുനാടനെ കാണിച്ചപ്പോൾ ഏതാണ്ട് 10,000 മിനിമം, മാക്സിമം 1 ലക്ഷം ഒരു മാസത്തെയാണ്. നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയുന്നില്ല. പക്ഷെ മിസ്റ്റർ ഷാജൻ, താങ്കൾ ഒരു അനുപമ പരമേശ്വരനോ മറ്റോ അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തത് കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നു താങ്കൾക്ക് വെറും 10,000, 20,000, 30,000 രൂപയൊക്കെയാണ് ഒരു മാസം വരുമാനമുള്ളൂ. താങ്കൾ വളരെ സത്യസന്ധനമായ ഒരു പത്രാധിപനാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, ഇത്രയും വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയാണ്. നല്ലൊരു പത്രാധിപന് അങ്ങനെ കോടികളൊന്നും ഓരോ മാസം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ അത് ശരിയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് താങ്കൾ ഒരു സത്യസന്ധനാണ്, ഒരു വ്യാജ വാർത്ത പ്രസ്ഥാനത്തിന്റെ ഓണർ അല്ല എന്നായിരിക്കും. പക്ഷേ എന്നൊരാള് ബാലൻസ് ഷീറ്റ് കാണിച്ചിരുന്നു. താങ്കൾ പുറത്തുനിന്ന് ഒരുപാട്, അതില് ഒരു മാസം 3,92,00,000, പിന്നെ വേറെ ഏതോ വർഷങ്ങളിൽ ഒരു 8 ചില്ലാൻ കോടി, അങ്ങനെ കണ്ടമാനം വരുമാനം. അത് ശരിയാണോ? അത് ഈ പറഞ്ഞ 10,000, 20,000 ആണോ താങ്കളുടെ വരുമാനം? അല്ല ഈ പറഞ്ഞ കോടികളാണോ? അത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പിന്നെ ഒരു കെട്ട് ഫയലാണ്, അത് മുഴുവൻ നോക്കിയിട്ടില്ല. അത് എന്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഒന്നല്ല. ഒരാളെ ഉപദ്രവിക്കാൻ, അയാളുടെ പിന്നാലെ പോകാനുള്ള നേരമില്ല. അതിനൊന്നും എനിക്ക് താല്പര്യമില്ല ഒരാളെ ഇതാക്കാനോ. ഫോറിൻ നിന്ന് ഫണ്ടുകൾ വന്നതിന്റെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് റിപ്പോർട്ട്, ഒരു വലിയ ഫയൽ തന്നെയാണ്. പിന്നെ ഫെമ വയലേഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളുണ്ട്. FDA ഈ ന്യൂസ്, താങ്കളുടെ ഫോറിൻ കമ്പനി ഇവിടെ ന്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപിടി സംഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല, അതിനുള്ള നേരമില്ല എനിക്കിതൊന്നും നോക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ഒന്ന് അറിയാനാണ്, താങ്കളിൽ നിന്ന് തന്നെ അറിയാനാണ്. ഈ 10,000 രൂപയാണോ വരുമാനം, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വരുമാനം? താങ്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്ന് പല ന്യൂസുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ താങ്കൾ മുങ്ങിയില്ലേ? അല്ലാതെ നെഞ്ചുവിരിച്ച് പോലീസിന്റെ മുമ്പിൽ നിൽക്കുകയാണോ ചെയ്തത്? അല്ല, മുങ്ങി. അപ്പൊ അറസ്റ്റ് വാറന്റ് ഉള്ള താങ്കൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ താങ്കൾ നെഞ്ചുവിരിച്ച് നിന്നൊന്നുമില്ലല്ലോ. താങ്കൾ ഒളിച്ചോടിയില്ലേ? ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോയില്ലേ? ഒളിത്താവളത്തിൽ ഇരുന്നു കൊണ്ട് ന്യൂസ് ചെയ്തിരുന്നില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അത് പറയാ? എന്തായാലും അതൊക്കെ കർമ്മഫലം, കർമ്മത്തിനനുസരിച്ച് വരട്ടെ. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇദ്ദേഹത്തിന് ബോച്ചേറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇയാൾ ഇങ്ങനെ ഒരു ബുദ്ധിയാണല്ലോ. ഈ ബോച്ചേറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് നോമ്പ് കാലത്ത്
മുസ്ലിം സഹോദരങ്ങൾ റഹീമിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചതുകൊണ്ടു പുള്ളിക്ക് പിടികിട്ടി. അപ്പോൾ തന്നെ പുള്ളി യാതനയാത്ര എന്ന് പറഞ്ഞ് ചാടി രംഗത്തിറങ്ങി. അപ്പോൾ പുള്ളിയുടെ ഗുണം എന്താ വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ. നമ്മൾ അതിനെ അപ്പം ഇവരുടെ ഒരു വലിയ പിന്തുണ പുള്ളിക്ക് കിട്ടി. മാത്രമല്ല ഈ നോമ്പ് കാലത്ത് ഇവർ ചാരിറ്റി സക്കാത്ത് ചെയ്യണമല്ലോ. അപ്പോൾ പുള്ളി അവരുടെ സ്വീകാരനെ, അതുകൊണ്ട് പുള്ളിക്കാരനെ ഭയങ്കര പിന്തുണ കിട്ടി. പുള്ളി ആ പേരും പ്രശസ്തിയും, പുള്ളി മോശക്കാരനാന്ന് പറഞ്ഞ ആളുകളെല്ലാം ഉമ്മ ബോച്ച എന്ന് പറഞ്ഞ് എഴുതി 1 കോടി രൂപ മുടക്കിയ പുള്ളി മേടിച്ചെടുത്തത് 10 കോടി പരസ്യവും പബ്ലിസിറ്റിയും പിന്തുണയും അതാണ് പുള്ളി നേടിയെടുത്തത്. ഞാൻ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ 34 കോടി രൂപ കളക്ട് ചെയ്യാൻ യാചകനായി തെരുവിലിറങ്ങുകയും മറ്റും ചെയ്തതിന്റെ കാരണം അത് മാർക്കറ്റിംഗ് ആണ് എന്നാണ്, അതും തട്ടിപ്പാണ് ഞാൻ എന്നാണ് പറയുന്നത്. നോമ്പ് കാലത്ത് പേരെടുക്കാനും ബോച്ചേറ്റിയുടെ കച്ചവടം പിടിക്കാനും വേണ്ടി ആ സമയത്ത് ഞാൻ ഇറങ്ങിയതാണ് എന്ന് പറയുന്നു. ഇത് വാസ്തവ വിരുദ്ധമാണ്, ഇതും വ്യാജ വാർത്തയാണ്. പ്രൂഫ് സഹിതം പറയാം. ഞാൻ ബോച്ചെ 1000 ഏക്കർ എസ്റ്റേറ്റ് AVT ഗ്രൂപ്പിൽ നിന്നും വാങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്, അതിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ബോച്ചീട്ടി ഇറക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അബ്ദുൾ റഹീം ജയിലിലായതുകൊണ്ടല്ല ഞാൻ ബോച്ചേട്ടി തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ ജ്വല്ലറി തുടങ്ങി, റിസോർട്ട്, ഇങ്ങനെ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ടാണോ ബിസിനസ് തുടങ്ങിയത് എന്ന് പറയുമോ? അപ്പോ അത് 1 വർഷത്തോളം ആവാറായി ഞാൻ ഈ എസ്റ്റേറ്റ് വാങ്ങിയിട്ട്. ഇനി അതും പോട്ടെ, ദുബായില് ഞാൻ ജനുവരിയിൽ ബോച്ചേവിൻ എന്ന് പറഞ്ഞിട്ട് ബോച്ചേറ്റി തുടങ്ങി. വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. അത് 7 മാസം മുമ്പാ, അല്ലാതെ ഏപ്രിൽ മാസത്തില് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഇറങ്ങിയത് ഏപ്രിൽ മാസത്തിലാ, 3 മാസം മുമ്പ്. പക്ഷെ 7 മാസം മുമ്പ് ഞാൻ ദുബായിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് താങ്കൾക്ക് പറയുക ഞാൻ ഇതിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന്? മലയാളികളൊക്കെ ചോറല്ലേ തിന്നണേ, ഒക്കെ ബുദ്ധിയും ബോധമുള്ളവരാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പറ്റുമോ? പിന്നെ താങ്കൾ പറയുന്നു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഇറങ്ങി, വേറെ ആരെയോ രക്ഷിക്കാൻ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിക്കുന്നുണ്ടായി. മതോദ്ദേശം പരത്തരുത് മിസ്റ്റർ ഷാജൻ. താങ്കൾ ഒരു ടെററിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? 2023 തോന്നുന്നു, ക്രൈം നമ്പർ 2629 സംതിങ് ലൈക്ക് ദാറ്റ്, ഫയലിൽ അപ്പോൾ ഓർക്കുന്നില്ല, നേരത്തെ നോക്കിയത്. അതില് ഒരു ടെററിസ്റ്റ് കേസിൽ താങ്കളെ പ്രതി ചേർത്ത് പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നൊരാൾ എന്നോട് പറയുകയുണ്ടായി, ചില റെക്കോർഡുകളൊക്കെ അയച്ചിട്ട്. അത് ശരിയാണോ മിസ്റ്റർ ഷാജൻ? താങ്കളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? എനിക്ക് പ്രത്യേക ജാതിയോ മതമോ ഒന്നുമില്ല. എന്റെ ജാതി മനുഷ്യജാതി, മതം സ്നേഹമതം. എനിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല. എല്ലാ പാർട്ടിക്കാരായിട്ടും നല്ല അടുപ്പാണ്, എല്ലാവരായിട്ടും വളരെ അടുപ്പത്തിലാണ്. ഞാൻ ആരോടും വൈരാഗ്യം വെക്കാറില്ല. അപ്പോ രാഷ്ട്രീയവും മതവും പറഞ്ഞ് അടുപ്പിക്കരുത്, അതൊക്കെ വളരെ ചീപ്പാണ്. എനിക്ക് ഇങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ല. എന്റെ മുമ്പിൽ സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടാൽ, എനിക്ക് തോന്നിയാൽ ഞാൻ അതിനു വേണ്ടി ഇറങ്ങും. അതിന് എത്ര കോടി കൊടുത്തും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് ഇറങ്ങിയിരിക്കും, അത് ചെയ്തിരിക്കും, അതിന്റെ അറ്റം വരെ പോയിരിക്കും. അപ്പൊ മിസ്റ്റർ ഷാജൻ പറയുന്നത് ഞാൻ എന്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്താലും അത് പരസ്യത്തിനും കൊള്ള ലാഭം ഉണ്ടാക്കാനും വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഞാൻ
കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 100 കോടി രൂപയോളം ചാരിറ്റി നൽകിയിട്ടുണ്ട്. എൻ്റെ 812 കിലോമീറ്റർ റൺ വേൾഡ് റെക്കോർഡ് ഓട്ടത്തില് അന്നത്തെ ഉമ്മൻചാണ്ടി മിനിസ്റ്റർ 14 കോടി രൂപയാണ് ചെക്കായിട്ട് അവിടെ ഗ്രൗണ്ടിൽ ഓപ്പൺ ആയിട്ട് കൊടുത്തത് പാവപ്പെട്ടവർക്ക്. ഓട്ടത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിഞ്ഞു ചെയ്യും. അതിലൂടെ എനിക്ക് പരസ്യം കിട്ടും, എനിക്ക് ബിസിനസ് കിട്ടും. പക്ഷേ എനിക്കൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. എൻ്റെ ബിസിനസ് എന്തിനു വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്? എനിക്കൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. ഒന്ന്, സമ്പാദിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും, കുറച്ച് അതിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്കും വേണ്ടിയാണ്. അല്ലാണ്ട് ഞാൻ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പോകണില്ല എന്ന് എനിക്കറിയാം. പെട്ടിയിലാക്കിയിട്ട് ഞാനൊരു പെട്ടി പോവും, ബാക്കിയൊക്കെ ഒരു പെട്ടിയിലൂടെ ഇരിക്കും സമ്പത്ത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെ ഒക്കെ ചെയ്യും. ഞാനൊരു മനുഷ്യനാണ്. താങ്കൾ പറയുന്നു ഞാനൊരു മനുഷ്യനല്ല. കൊള്ളലാഭത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ബിസിനസ്. എനിക്കറിയില്ല സാജൻ ബിസിനസ് ചെയ്യുന്നത് പാവങ്ങളെ സഹായിക്കാനാണോ, സഹായിക്കുന്നുണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ സാജൻ പറയുന്നു ഞാൻ ഇതുവരെ ചെയ്തതൊന്നും ശരിയല്ല, ഇനി എന്ത് ചെയ്താലും അതിലൊക്കെ പരാതിയാണ് തന്നെ, ഒക്കെ ബിസിനസ്സാണ് എന്നാണ്. ശരി, അതിലൊന്നും എനിക്ക് പരാതിയില്ല. ഞാനൊരു മനുഷ്യനല്ല, ഞാനൊരു ഭീകരനാണ്, ഞാനൊരു ദുഷ്ടനാണ്, ഇതൊന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവുണ്ട്. അപ്പോൾ മിസ്റ്റർ ഷാജൻ, ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു 1-2 പരസ്യങ്ങൾ ഒന്ന് കയറ്റിക്കോട്ടെ. എന്തായാലും മെനക്കെട്ടിരിക്കുകയാണ്. കുട്ടിനിടയിൽ ഇത്തിരി തേങ്ങിടുന്ന പോലെ. ഞാനിപ്പോ ബോച്ചെ ലക്കി ഡ്രോ ബിസിനസ് നടത്തുന്നുണ്ടല്ലോ. ദിവസേന നറുക്കെടുപ്പും ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതിനൊപ്പം തന്നെ ഒരു പുതിയ സാധനം ഇറക്കാൻ പോവാ. പുതിയൊരു മെത്തേഡ്, സ്ക്രാച്ച് ആൻഡ് വിൻ. അതായത് ബോച്ചേട്ടി വാങ്ങുമ്പോ അതിനൊപ്പം സ്ക്രാച്ച് ആൻഡ് വിൻ ഒരു ലക്കി ടിക്കറ്റ് അതിനകത്തുണ്ടാവും. അതെടുത്ത് ഇങ്ങനെ ചുരണ്ടി നോക്കിയാൽ ലക്ഷങ്ങൾ, 10,000-ങ്ങൾ, അങ്ങനെ ഒരുപാട് ക്യാഷ് പ്രൈസുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാഷ് പ്രൈസുകൾ ദിനവും 10,000-കണക്കിന് പേർക്ക് ലഭിക്കുന്ന ഒരു പുതിയ സമ്മാന പദ്ധതിയാണ് സ്ക്രാച്ച് ആൻഡ് വിൻ. അപ്പോ അത് ആദ്യം താങ്കളോട് തന്നെ പറയാണ്. കാരണം ഈ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ താങ്കളെ ക്ഷണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതെന്താണ് നിജസ്ഥിതി. പിന്നീട് അത് കൺഫ്യൂഷനായി, അത് വ്യാജ വാർത്തയായി, സത്യമാണ് സത്യമല്ല എന്നൊന്നും വരില്ല. വരൂ, കാണൂ, പഠിക്കൂ. ദിവസേന എത്രയോ പേർക്ക് പ്രൈസ് അടിക്കുന്നത് താങ്കൾക്ക് കാണാം. അത് പല വ്യക്തികളും സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ട പ്രകാരമാണ് എനിക്ക് ഈ ഐഡിയ വന്നത്. നറുക്കെടുപ്പും മറ്റൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റേത് നമുക്ക് ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എടുക്കും. പിന്നെ ചിലപ്പോൾ ചില ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് ഇടുക. ചില ദിവസം 10 ലക്ഷം ഞാൻ തന്നെ പറയാറുണ്ട്. മടി പിടിക്കുമ്പോൾ മറ്റു പിള്ളേരും ഏൽപ്പിക്കാറുണ്ട്. ഇതാവുമ്പോ പിള്ളേരൊക്കെ പറയുന്നത് സ്ക്രാച്ച് ചെയ്ത് അപ്പനെ വിവരം അറിയാലോ, അപ്പൊ തന്നെ കാണാം, അപ്പൊ തന്നെ പൈസ കടയിൽ നിന്ന് കിട്ടും. ഒരു 400 ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസികൾ കേരളത്തിലുണ്ട്. ചെമ്മണൂർ ജ്വല്ലേഴ്സ്, 300ഓളം ബോച്ചെ ഗോൾഡ് ലോൺ NBFC സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ഇപ്പൊ ഏകദേശം ഒരു 700-800ഓളം സ്ഥാപനങ്ങളിൽ നിന്ന് ബോച്ചെ ടീ ലഭ്യമാണ്. ഫ്രീ ആയിട്ട് അതിനൊപ്പം ബോച്ചെ ലക്കി ഡ്രോ അല്ല, അത് നറുക്കെടുപ്പ് അപ്പുറത്താണ്. ഇത് നറുക്കെടുപ്പല്ല, ബോച്ചെ സ്ക്രാച്ച് ആൻഡ് വിൻ ലക്കി ടിക്കറ്റ് ആണ്. ഇമ്മീഡിയറ്റ് അറിയാം. അപ്പൊ ഒരു ഗുണമുണ്ട്, ചായപ്പൊടി അപ്പൻ്റെ കയ്യിൽ കിട്ടും. ഇനി ലോജിസ്റ്റിക്സ് വീട്ടിലേക്ക് അയക്കാനും കിട്ടിയില്ല ഈ വക പരാതികളൊന്നും ഉണ്ടാവില്ല. അപ്പന്നെ ചായപ്പൊടിയും കിട്ടും, ടിക്കറ്റും കിട്ടും,
കാശും കിട്ടും, അപ്പൊ തന്നെ വിവരം അറിയാം. അപ്പോ എല്ലാവർക്കും ഇനി ചൊറിഞ്ഞോണ്ടിരിക്കാം. ഒരു സുഖമാണല്ലോ ചൊറിഞ്ഞോണ്ടിരിക്കാൻ. സ്ക്രാച്ച് എന്ന് ഉദ്ദേശിച്ചാൽ ചൊറിയാന്നാണ്. അപ്പൊ ചൊറിഞ്ഞ് കാശുണ്ടാക്കാം ഇനി. അതാണ് അടുത്ത പദ്ധതി. അപ്പൊ സാജൻ ഈ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. സ്ക്രാച്ച് ആൻഡ് വിൻ ഇപ്പോ ഫിസിക്കലാണ്, കടകളിൽ പോയി വാങ്ങണം, ഓൺലൈൻ ആയിട്ടില്ല. ഈ ഗൂഗിളിലൊക്കെ ഓൺലൈൻ ഉണ്ട്, സ്ക്രാച്ച് ചെയ്തിട്ട് ഫോണിൽ തന്നെ സ്ക്രാച്ച് ചെയ്യാം. അത് ഒരു ഇതിപ്പോ അടുത്ത മാസം അവസാനമാണ് ഇറങ്ങാൻ പോണേ, ഓഗസ്റ്റ്. സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഓൺലൈനിലും സ്ക്രാച്ച് ആൻഡ് വിൻ വരും. ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കാം, ഉരച്ച് കാശ് ഉണ്ടാക്കാം. അങ്ങനെയാണ്. അപ്പോ ചായപ്പൊടി ഞങ്ങളുടെ സെന്ററുകളിൽ പോയി കളക്ട് ചെയ്യണം. ബോച്ചേറ്റി തട്ടിപ്പാണ് എന്നതിന് തെളിവാണ് പോലീസ് കേസ്. രണ്ടിടത്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കേസ് എടുത്തതേ ഉള്ളൂ, മുമ്പോട്ട് പോകത്തില്ല, അത് വേറെ കാര്യം. കാരണം ഇവർക്കെല്ലാം നക്കാപ്പിച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ബോച്ചേറ്റി തട്ടിപ്പാണെന്നാണ് പറയുന്നത്. എന്താണ് മിസ്റ്റർ സാജൻ നുണ പറയുന്നത്? ബോച്ചേട്ടിയിൽ എന്താ തട്ടിപ്പ്? ബോച്ചേട്ടി ലോട്ടറിയാണ് എന്ന് പറഞ്ഞ് ഒരു ഓഫീസർ കേസ് കൊടുത്തു, പോലീസ് കേസ് എടുത്തു. കോടതിയിൽ പോയപ്പോ എന്താ ഉണ്ടായത്? ആ ഓർഡറിൽ എന്താണ് പറയുന്നത്? ബോച്ചേറ്റി തട്ടിപ്പല്ല, വ്യാജമല്ല, വഞ്ചനയോ കുറ്റം ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല. ലോട്ടറീസ് ആക്ട് സെക്ഷൻ 2B പ്രകാരം ഇത് ലോട്ടറി അല്ല, സെയിൽസ് പ്രൊമോഷനാണ്. ആ കോടതിയുടെ കടലാസ് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിരുന്നു, സൂം ചെയ്ത് കാണിച്ചിരുന്നു, താങ്കൾ കണ്ടതാണ്. എന്നിട്ടും താങ്കൾ പറയുകയാണ് അത് തട്ടിപ്പാണെന്ന്. അപ്പൊ കോടതിയുടെ കടലാസിന് വിലയില്ലേ? കോടതി നുണ പറയുകയാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ലെ ഈ കോടതിയുടെ വിധി ഞാൻ കുന്നോളത്ത് അടിച്ചുണ്ടാക്കിയതാണോ? എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ബേസ് ഇല്ലാതെ സംസാരിക്കുന്നത്. ബോച്ചേട്ടി മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിലും ഒരു തട്ടിപ്പും ഇല്ല. 161 വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ്, 4ാം തലമുറക്കാരനാണ്. കഴിഞ്ഞ 35 വർഷമായി ഞാൻ എന്റേതായ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ താങ്കൾക്ക് കാണിച്ചു തരാമോ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും, എന്റെ ഷെയർ ഹോൾഡേഴ്സിന് ആർക്കെങ്കിലും അവരുടെ മുതലിൽ കിട്ടാതിരുന്നിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും കാണിച്ചു തരാമോ? അല്ലെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്ത ലാഭവിഹിതം മാസം തോറും ആർക്കെങ്കിലും കിട്ടാതിരുന്നിട്ടുണ്ടോ? ഒരാളെ കാണിച്ചു തരാമോ? താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വിളിക്കാമോ? ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ വെരി സ്ട്രേറ്റ് ഫോർവേഡ്, മനസ്സിലായില്ലേ? ഒരാളുടെ പൈസ ഞാൻ തിന്നില്ല. ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് വേർപ്പിന്റെ മണമുണ്ടാവും. അതെന്റെ പിതാവ് പഠിപ്പിച്ചിട്ടുള്ളതാ, മോനെ ആരുടെയും ഫ്രീ ആയിട്ട് സ്വീകരിക്കരുത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വ്യാജ വാർത്തകളൊക്കെ നിഷേധിക്കുന്നു. തെളിവുകൾ സഹിതം രേഖകൾ മൂലം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, അല്ലേ? സാമ്പത്തിക രംഗത്ത് ഞാൻ വളരെ സത്യസന്ധനാണ്. ഒരാൾക്കും ബോച്ചയെ പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സ്റ്റാഫുകളാണ്, ഒരുപാട് പ്രസ്ഥാനങ്ങളില്ലേ, 10-12 ബിസിനസ്സുകളുണ്ട്, ആയിരക്കണക്കിന് സ്റ്റാഫുണ്ട്. അപ്പോ സ്റ്റാഫുകളിൽ നിന്നൊക്കെ ഉത്തരവാദിത്തമില്ലായ്മ, വീഴ്ചകൾ പലതും ഉണ്ടാവാം. അതൊക്കെ എനിക്ക് എല്ലാം നേരിട്ട് നോക്കാൻ പറ്റുമോ? അപ്പോ ചിലപ്പോ ഒരു സ്കീമിൽ 2 ഡിസ്കൗണ്ട് ചോദിക്കും, കൊടുക്കാൻ പറ്റില്ല. അർഹിക്കാത്തത് എന്ത് കൊടുത്താലും മതിയാവാത്ത ചില ഉപഭോക്താക്കളുണ്ട്, നിവൃത്തിയില്ല, കേസിന് പോവും. ഉപഭോക്തൃ കോടതി, മറ്റു കോടതിയിലൊക്കെ കേസ്. ബിസിനസ് അല്ലേ, കേസുകൾ അങ്ങനെ നടക്കും. അത് സ്റ്റാഫുകൾ നടത്തും, ഡയറക്ടർമാരൊക്കെ. അതിനാണ് ഡയറക്ടർമാർ ഇവരൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ന്യായമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞാൽ, സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നോ മറ്റെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തും, കോമ്പൻസേറ്റ് ചെയ്യും. അല്ല കോടതി വന്നാലും, കോടതി വിധി വന്നാലും നമ്മളത് ചെയ്യും. കോടതി വിധിക്ക് മുമ്പായിട്ട് ഞാൻ സെറ്റിൽ ചെയ്യും. എന്തെങ്കിലും തെറ്റ് സ്റ്റാഫിന്റെ അടുത്തുനിന്ന് വന്നാൽ പോലും അതെന്റെ ഉത്തരവാദിത്വമാണ്. നേരിട്ട് ഞാൻ ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ നിയമങ്ങൾ പലതും മാറി വരും, അത് അപ്ഡേറ്റ് ചെയ്യാതെ ചിലപ്പോ ഉത്തരവാദിത്തമില്ലാത്ത സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ചിലപ്പോ
ഇലക്ട്രിസിറ്റി പോലും സമയത്ത് അടയ്ക്കാതെ ചിലപ്പോൾ ഫൈൻ അടയ്ക്കും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാഫിൽ നിന്നും മറ്റും വരുന്നത്. അല്ലാതെ സാമ്പത്തിക രംഗത്ത് ബോച്ചെ ഒരാളെ പറ്റിച്ചിട്ടുണ്ടോ താങ്കൾക്ക് തെളിയിക്കാമോ? അപ്പോ മിസ്റ്റർ ഷാജൻ സ്കറിയ, ഞാനിപ്പോ കോയമ്പത്തൂര് ബോച്ചെ ഫുഡ് എക്സ്പ്രസിലാണ്. എന്റെ പുതിയൊരു റെസ്റ്റോറന്റ് ആണ് ഫുഡ്സ് ഓൺ വീൽ. അതായത് നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പില് കണ്ണായ സ്ഥലത്താണ് ഒരു ട്രെയിനിന്റെ ബോഗിയും എൻജിനും കൊണ്ടുവച്ചിട്ട് ഒരു റെസ്റ്റോറന്റ് 24 hours വർക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ഇത്. ഞാൻ യൂറോപ്പിൽ പോയപ്പോ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ഇതുപോലെ ഒരു ട്രെയിൻ തന്നെ റെസ്റ്റോറന്റ് ആക്കി മാറ്റിയത് ഞാൻ കണ്ടു. അവിടെ നല്ല ഫുഡും ഡ്രിങ്ക്സും നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി, നമ്മുടെ അവിടെ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോ അത്ര അങ്ങോട്ട് വൃത്തിയും വെടുപ്പും പോരാ. ഇപ്പൊക്കെ മാറി തുടങ്ങി, എന്നാലൊരു മണവും ഈച്ചയും കൊതുവും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു ആഗ്രഹം, ആ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു AC ക്ലീൻ ആയിട്ടുള്ള വൃത്തിയും വെടുപ്പുള്ള ഒരു 5 star സ്റ്റാൻഡേർഡിലുള്ള അടിപൊളി ഭക്ഷണവുമായിട്ട് ഇതുപോലെ ബോച്ചെ ഫുഡ് എക്സ്പ്രസ് തുടങ്ങാൻ ഒരു മോഹം തോന്നി. അപ്പൊ ഈ ഉദ്ഘാടനത്തിന് മിസ്റ്റർ ഷാജിനെ ഞാൻ ക്ഷണിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കൂ, എല്ലാം സത്യസന്ധമായ വാർത്തകൾ ഞാൻ തന്നെ പറഞ്ഞു തരാം. എന്നോട് ചോദിക്കൂ, എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം. അല്ലാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് അത് ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്നതിന് പകരം സത്യസന്ധമായ കാര്യങ്ങൾ എന്നെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു തരാം. കണ്ടില്ലേ, ബോച്ചെ ഫുഡ് എക്സ്പ്രസ്, ഫുഡ് ഓൺ വീൽസ്. ഇനി ഇവിടെ വന്നാലും ഇതിന്റെ തൊട്ട് തന്നെയാണ്, കണ്ടില്ലേ, ട്രെയിൻ വന്ന് നിൽക്കുന്ന ഇതിലെയാണ്. ആൾക്കാർക്ക് ഇതിലും ഇറങ്ങി വരാം. ആവശ്യക്കാർക്ക് പാഴ്സല് 5 മിനിറ്റിനുള്ളിൽ പാഴ്സൽ വാങ്ങി ട്രെയിനിൽ കയറാവുന്ന സംവിധാനമാണ്. ട്രെയിനിന്റെ അടുത്താണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ഇനി ബോച്ചെ ഫുഡ് എക്സ്പ്രസിലും ട്രെയിനുകളിലുമെല്ലാം നല്ല ഒന്നാം തരം 5 star സ്റ്റാൻഡേർഡ് ഭക്ഷണം ലഭ്യമാക്കും. ഇത് കണ്ടില്ലേ? ഓയ് മൈ ഡിയർ, ഓയ്. അപ്പൊ ഇതാണ്, ഇവിടെ കുറച്ച് തിരക്കുള്ള സ്ഥലമാണ്. ചുറ്റും നോക്കിയാൽ കാണാം, ഇത്തിരി കൺജസ്റ്റഡ് ആണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷനാണ്, റെയിൽവേ ട്രാക്കാണ്. ഇതാണ് മിസ്റ്റർ ഷാജൻ, എന്റെ ക്ഷണം നിരസിക്കരുത്. So conquer the world with love. Love you, everybody. You're on both sides.